ഹലോ ഫ്രണ്ട്സ്, എനിക്കുണ്ട് വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിന്ന് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഞാൻ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണേ. അതാണ് ഇത്ര ഇരുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. സമയം ഏകദേശം 7 മണിയായി. ഇവിടെ സൂര്യൻ വരാനായിട്ട് ഒരു 7, 7:30, 8 മണിയൊക്കെ ആവും. ഇപ്പം വിൻ്റർ അല്ലേ ഇവിടെ. പിന്നെ ഇവിടെ നടക്കാൻ ഇറങ്ങിയാൽ ഇതുപോലെ എന്താ പറയുക, തൊപ്പിയും കോട്ടൊക്കെ ഇട്ടിട്ട് വേണം ഇറങ്ങാൻ. നല്ല തണുപ്പാണ്. പിന്നെ ഇന്ന് നടക്കാൻ ഇറങ്ങിയാൽ വേറൊരു ഉദ്ദേശമുണ്ട്. ഇന്ന് അജേഷൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ കാര്യമായിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു സൂപ്പർ മാർക്കറ്റിൽ കയറി എന്തെങ്കിലും പൂവോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോവാം. ആ ഒരു ഉദ്ദേശത്തിലാട്ടോ ഒന്ന് നടക്കാൻ ഇറങ്ങിയത്. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഈ സമയങ്ങളിൽ നടക്കാൻ ഇറങ്ങാൻ ഇഷ്ടമാണ്. ഇന്ന് എല്ലാവരും ലീവ് ആയതുകൊണ്ട് എനിക്ക് സമയമുണ്ട് നടക്കാൻ പോകാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇന്ന് നടക്കാൻ ഇറങ്ങിയത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ രാവിലെ ചെറുതായിട്ട് വെട്ടം വെക്കുന്ന സമയത്ത് പ്രകൃതിനെ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ. ഈ സമയത്ത് നടക്കാൻ ഇറങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. വന്ന സമയങ്ങളിൽ ഡെയിലി നടക്കാൻ ഇറങ്ങുമായിരുന്നു. പിന്നെ അവീനെ നഴ്സറി ചേർത്ത് പിന്നെ സമയമൊന്നും കിട്ടാറില്ല കേട്ടോ. പിന്നെ നടത്തമൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ നടന്നു സെയിൻസ്ബറി എത്തി. ഒരു ചെറിയ പൂ മേടിക്കുക എന്നതാണ് ഉദ്ദേശം. അവർ ജസ്റ്റ് തുടങ്ങി മീൻസ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലീനിങ് പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് നല്ല വലിയ കാര്യമായിട്ട് പൂവിന് ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇത് ചെറിയൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഗിഫ്റ്റ് മേടിക്കാനൊക്കെ നമ്മളിന്ന് പിന്നീട് വെളിയിൽ പോകുന്നുണ്ട്. അങ്ങനെ തപ്പി കണ്ടുപിടിച്ച് ഞാൻ എടുത്ത പൂവാട്ടോ ഇത്. ഇനി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഈ സെയിൻസ്ബറിയിൽ നിന്ന് പൂവൊക്കെ മേടിച്ചിറങ്ങി. നമുക്ക് പെട്ടെന്ന് പോയി അശ്വിന് കൊടുത്തു വെക്കാം. പിന്നെ വെട്ടമൊക്കെ വന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ സമയം ഏകദേശം 7:30, 7:15 ആയിട്ടുണ്ട്. പയ്യെ വെട്ടം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോട്ടെ. എങ്ങനെയുണ്ട് റിയാക്ഷൻ നോക്കാം. ഹാപ്പി ബർത്ത്ഡേ. ഫ്ലവർ ഗിഫ്റ്റ് ചെയ്ത അജയ് ചേട്ടനാണെങ്കിലും ഇതൊക്കെ മാറ്റി വെക്കുന്ന പരിപാടി എൻ്റേതായതുകൊണ്ട് നമുക്കിനി ഫ്ലവറൊക്കെ ഒന്ന് മാറ്റി വെക്കാം. എല്ലാ പ്രാവശ്യം ഫ്ലവർ മാറ്റി വെക്കുമ്പോൾ ആ ഫ്ലവർ വേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കേട്ടോ ഞാൻ മാറ്റി വെക്കുന്നത്. പിന്നെ ഇവിടെ ഫ്ലവർ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫ്ലവർ ഫുഡും കിട്ടും കേട്ടോ. അത് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഫ്ലവർ ഏകദേശം ഒരു 2-2.5 ആഴ്ച ഒരു കുഴപ്പമില്ലാതെ നിൽക്കും കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു ഫ്ലവറാണോ ഇന്ന് അജേഷൻ്റെ ഗിഫ്റ്റ്. അല്ല കേട്ടോ, നമ്മളിന്ന് പുറത്ത് പോകുന്നുണ്ട്. അത് അന്നേരം പോകുമ്പോൾ എന്താണോ അജേഷന് ആവശ്യമുണ്ടെന്ന് പറയുക, ആ സാധനം വാങ്ങിച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. സാധാരണ 2-3 ദിവസം മുമ്പേ ഞാൻ തുടങ്ങും എന്താ അജേഷന് വേണ്ടേ, എന്താ വാങ്ങണ്ടേന്നൊക്കെ. ഈ പ്രാവശ്യം അങ്ങനെ പ്രത്യേകിച്ച് അജേഷന് ഒരു ആവശ്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഡ്രസ്സോ അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി മേടിക്കാം. പിന്നെ എന്താ സർപ്രൈസ് ആയിട്ട് മേടിച്ചു കൊടുക്കാത്തതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ ആദ്യ സമയങ്ങളിലൊക്കെ സർപ്രൈസ് കൊടുക്കായിരുന്നു. പിന്നെ അജേഷയുടെ ഭയങ്കര പർട്ടിക്കുലറാണ് ഓരോ സാധനം. അത് ഇടുന്ന ഡ്രസ്സാണെങ്കിലും ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ് ആണെങ്കിലും എന്താണെങ്കിലും. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഒരു സ്മാർട്ട് വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ കൊണ്ടുപോയി അജയ് ചേട്ടൻ വേറൊരു കമ്പനി, ഞാൻ മേടിച്ചു കൊടുത്ത കമ്പനിയെ മാറ്റി വേറൊരു ബ്രാൻഡിൻ്റെയാണ് മേടിച്ചത്. അങ്ങനെയൊക്കെ വരുമ്പോൾ രണ്ടുപേരും കൂടെ പിന്നെയും പോകണം. ഇതൊക്കെ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ എന്താ പറയുക, ഒരാൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കുകയല്ലേ നല്ല. വെറുതെ നമ്മളൊരു സാധനം മേടിച്ചു, അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബർത്ത്ഡേക്ക് മുമ്പ് തന്നെ അങ്ങോട്ടാണേലും ഇങ്ങോട്ടാണേലും എന്താ ആവശ്യമുള്ളതെന്ന് പറയും. പിന്നെ അജയ് ചേട്ടൻ ഈ പ്രാവശ്യം ഒന്നുമില്ലായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു വാങ്ങിച്ചു കൊടുത്തത്, എന്തോ സാധനം ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ ഞാനത് വാങ്ങിച്ചു കൊടുക്കുക ചെയ്തത്. അതുപോലെ തന്നെ എനിക്കാണെങ്കിലും അജയ് ചേട്ടൻ ചോദിക്കും എന്താ നിനക്ക് വേണ്ടേ. അതാകുമ്പോൾ പിന്നെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റുള്ള സാധനങ്ങൾ പറയുകയും ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള സാധനവും കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയാട്ടോ പോകുന്നത്. പിന്നെ ഫ്ലവർ എപ്പോഴും അറേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് അതിൻ്റെ വെള്ളത്തിൻ്റെ മുകളിൽ വരെ കേട്ടോ അതിൻ്റെ ലീഫിനെ ഞാൻ ഇടാറുള്ളൂ. ഇല്ലെങ്കിൽ ഈ 2-2.5 ആഴ്ച നിൽക്കുമ്പോഴത്തേക്കും ഈ ഇലകളെല്ലാം പെട്ടെന്ന് ചീയുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളത്തിന് മുകളിൽ വരെ ഇല നിൽക്കുന്ന ഭാഗത്തേക്ക് അറേഞ്ച് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ഫ്ലവർ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അവി കിടന്നുറങ്ങുന്നത് കാണാം. ഇന്ന് ഞങ്ങൾ 3 പേര് ലീവ് ആയതുകൊണ്ട് തന്നെ ഇന്നലെ ലേറ്റായിട്ട് സിനിമയൊക്കെ കണ്ട് ഹാളിൽ തന്നെയാണ് കിടന്നിറങ്ങിയത്. അപ്പം ഞാൻ ഇനി പോയി കുളിച്ച് പെട്ടെന്ന് റെഡിയായി പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ സിറ്റിയിൽ വരെ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് വേറെ ഇന്ന് എവിടെയും പോകുന്നൊന്നുമില്ല, ചുമ്മാ സിറ്റി കുറച്ച് കറങ്ങി പിന്നെ അവിടുന്ന് ലഞ്ചും വെളിയിൽ നിന്ന് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാട്ടോ. പിന്നെ അജേഷന് എന്തെങ്കിലും വേണമെങ്കിൽ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമാട്ടോ ഞാൻ മേടിച്ചു കൊടുക്കാറുള്ളൂ. ഇല്ലെങ്കിൽ ചുമ്മാ നമ്മൾ വെറുതെ മേടിച്ചു കൊടുക്കുന്ന സാധനം അജേഷന് ഇഷ്ടപ്പെടുത്തൂല. പിന്നെ അത് പോയി മാറണം. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പോയി എന്താണോ ആവശ്യമുള്ളത് അത് മേടിച്ചു കൊടുക്കലാണ് സാധാരണ ഇപ്പം ചെയ്യുന്നത്. ഞങ്ങൾ നേരത്തെ ഞാൻ കൊടുക്കുമായിരുന്നു. കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അത് പോയി മാറാൻ പോകണം. അങ്ങനെ 2-3 പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. ഇപ്പം ആവശ്യം എന്താണോ ആവശ്യമുള്ളത് അത് വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് തിരിച്ച് എനിക്കാണെങ്കിലും അങ്ങനെ തന്നെയാട്ടോ. അവിധി അവിടെ ഇരിപ്പുണ്ട്. ഇന്ന് പിന്നെ കുറച്ച് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് തണുപ്പ് കുറവാട്ടോ. അത് തന്നെ വലിയ കാര്യം. പിന്നെ എന്തെങ്കിലും ഗെയിമോ എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം നമുക്കിനി ടൗൺ ചെന്നിട്ട് കാണാം.
അങ്ങനെ ഇതേ നമ്മൾ ആദ്യം തന്നെ പോയത് ഹാൽഫർട്ടിലേക്ക്. നമ്മുടെ വണ്ടിയുടെ വൈപ്പറിന് ചെറിയൊരു ഇഷ്യൂ പോലെ, അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ എന്ത് സാധനവും ഇവിടെ കിട്ടും, ബൈക്കിൻ്റെ ആണെങ്കിലും കാറിൻ്റെ ആണെങ്കിലും. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് മാറ്റ്ലാൻ എന്ന് പറഞ്ഞ കടയിലേക്കാട്ടോ. അജീഷേട്ടന് ഡ്രസ്സ് മതി എന്ന് പറഞ്ഞു. എന്നാൽ ശരി, നമുക്ക് ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇങ്ങോട്ട് പോകുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ ഇപ്പോൾ ഏത് ഷോപ്പിൽ ചെന്നാലും ക്രിസ്മസ് ഐറ്റംസ് ആണ് ഇവിടെ എല്ലായിടത്തും. അവിടെ ചെന്നപ്പോൾ ഒരു സാന്താക്ലോസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ അവിടെ കളിയല്ല. ഞാനും അവയും കൂടെ കുറച്ച് ഡെക്കറേഷൻ്റെ ഐറ്റംസിൻ്റെ ഇതിലേ കൂടെ നടന്ന സമയത്ത് അജേഷേട്ടൻ പോയി ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി അതൊന്ന് ഇട്ട് നോക്കിട്ടോ. ഞങ്ങളല്ല, അജേഷേട്ടൻ ഇട്ട് നോക്കി. പക്ഷേ അജേഷേട്ടന് കാര്യമായിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ H&Mലേക്ക് വെച്ച് പിടിച്ചു. അവിടെ പോയി നമുക്ക് ഇനി എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അങ്ങനെ H&M കയറി കുറച്ച് തിരഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഡ്രസ്സ് കിട്ടി കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഇട്ട് നോക്കി അജേഷന് ഇത് ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഇതെടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിറങ്ങിയപ്പോഴാണ് അവിടെ കുറച്ച് പ്രാവിനെ കണ്ടത്. ഇതിനെയൊക്കെ കണ്ട അവി വിടുവോ, പിന്നെ അതിൻ്റെ പുറകെയായിരുന്നു കുറച്ച് നേരം. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചാൻഡ്രി മോളിലേക്കാട്ടോ. അവിടെ പോയി ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് താഴെ വന്നപ്പോഴാണ് ഇത് ഒരു ഐറ്റം കണ്ടത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവിക്കാണെങ്കിൽ ഫോട്ടോ എടുക്കണം. അത് കയറി കുറേ നേരം നിപ്പായി ഫോട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു കൊടുത്തു കേട്ടോ അവന്. ഇനി നമ്മൾ നേരെ പോകുന്നത് കെസൽ കട്ടറിലേക്കാണ്. അവിടെയാണെങ്കിൽ കുറച്ച് ഗെയിമിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നാണെങ്കിൽ ട്യൂസ്ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ മാർക്കറ്റ്, നോർവിച്ച് മാർക്കറ്റ് നല്ല ഇതൊന്നും ഇല്ല കേട്ടോ. ട്യൂസ്ഡേ വേറെ ഏതോ ഒരു ദിവസം കൂടെ ഉണ്ട്, ട്യൂസ്ഡേയിലും വേറെ ഏതോ ഒരു ദിവസം കൂടി വരുന്നത്. ഇന്നാണെങ്കിൽ ഫുള്ളായിട്ട് മാർക്കറ്റ് ഓണായിരുന്നു. ഇത് കാണുന്ന പോലെയല്ല, ഇതിൻ്റെ അകത്തേക്ക് ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സ്പേസ് നോക്കിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് പോകാനുള്ള വഴിയാണ്. അവിടെ നിറയെ കടകളും ഷോപ്പുകളും ഫുഡ് ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ദിവസം നമുക്കവിടെ പോവാം. അങ്ങനെ നമ്മൾ നടന്നത് ചാൻഡ്രി മോളിൽ എത്തിയപ്പോഴാണ് നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ട്രെയിൻ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടത്. പിന്നെ ഇവിടെ നിന്ന് കുറേ ആൾക്കാരൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അവിടെ ശ്രദ്ധപ്പെട്ടില്ല. അവിടെ ശ്രദ്ധ മൊത്തം ഈ ഇരിക്കുന്ന എന്താ പറയുക പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ ബൊമ്മയിലായിരുന്നു. കാണാൻ നല്ല ഭംഗിയിൽ ഞാനും കുറേ നേരമൊക്കെ ഇത് നോക്കി നിന്നു കേട്ടോ. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇതൊരു പെർഫ്യൂം ഷോപ്പാണ്. പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഇല്ലാത്ത നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ അത്രയൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ. ഇതിന് പറയുന്ന പേര് ഫ്രാഗ്രൻസ് ഓയിൽ എങ്ങാണ്ടാന്ന് കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അജേഷേട്ടനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരലേ നടക്കത്തില്ല. കാരണം അജേഷേട്ടൻ്റെ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം. എന്തൂരം വാങ്ങിച്ചാലും മതിയാകത്തില്ല. പിന്നെ ഈ ഫ്രാഗ്രൻസ് ഓയിലവിടെ നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ഉള്ള ഒരുപാട് ഓയിൽസ് ഉണ്ടായത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന 2 ഫ്രാഗ്രൻസ് ഓയിൽ മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യും. അവർ എത്ര എണ്ണം വേണേലും മിക്സ് ചെയ്ത് കാണിച്ചും തരും കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ട്രൈ ചെയ്ത് ഒരെണ്ണം വാങ്ങിക്കുകയും ചെയ്തു. അങ്ങനെ ട്രയലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഏകദേശം 1 മണിയായി. ഞങ്ങൾക്ക് 3 പേർക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയപ്പോഴത്തേക്കും. എന്നാൽ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഗെയിമും ബോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് നടന്ന് ഹോട്ടലിലേക്ക് നടന്നു. അപ്പോൾ പോയ വഴിക്ക് കണ്ട ഒരു ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ ഇത്. നല്ല അടിപൊളിയായിട്ട് ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന റെസ്റ്റോറൻ്റ് എത്തി. അജേഷേട്ടൻ കുറച്ച് ദിവസമായി പറയുന്നു ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബർഗർ ഷോപ്പുണ്ട് ഇവിടെ. ഭയങ്കര ഫേമസ് ആട്ടോ ഇവിടെ. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് ബർഗർ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അജേഷേട്ടൻ്റെ ഫേവറേറ്റ് ഫുഡാണല്ലോ. അപ്പോൾ പിന്നെ ബർത്ത്ഡേ ബോയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിവിടെ ബർഗർ കഴിക്കാൻ വേണ്ടി വന്നത്. പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല അടിപൊളി ബർഗറായിരുന്നു കേട്ടോ. എന്താ പറയുക, ഇപ്പോഴും വായിലും എഡിറ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ അടിപൊളി ബർഗറായിരുന്നു. പിന്നെ പോരാത്തതിന് ഇവരുടെ ആംബിയൻസ് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക ചീറ്റ് മീൽ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ലഞ്ചാണ്. ഡിന്നറിലേക്ക് പോകാൻ നമുക്ക് 2 പേർക്കും വലിയ താല്പര്യമില്ല. പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഡിന്നറിൻ്റെ ഒരു ആവശ്യമില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. കാരണം വയറൊക്കെ ഭയങ്കരമായിട്ട് നിറഞ്ഞിട്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് നേരമൊന്നും ഞങ്ങൾ അടങ്ങിയിരിക്കുന്ന പരിപാടിയില്ല. ഞങ്ങൾക്ക് എവിടെയാണെങ്കിലും ഓടിക്കളിക്കണം ആസ് യൂഷ്വൽ. അവയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകാൻ തീരുമാനിച്ചത് ബോളിംഗ് ചെയ്യാനാട്ടോ. കുറച്ച് എന്താ പറയുക ബോളിങ്ങും പരിപാടികളൊക്കെ ചെയ്യാം, എന്നിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നേരെ പിന്നെയും കസൽ കോട്ടറിൽ വരണം ഈ ബോളിംഗ് പരിപാടിയൊക്കെ നടക്കാൻ. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് അങ്ങോട്ട് തന്നെ നടന്നു. അങ്ങനെ ബോളിംഗ് ഏരിയ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അടിപൊളി ഒരു ഐസ്മാനെ കണ്ടു കേട്ടോ. അങ്ങനെ ബോളിംഗ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവ ആദ്യം ചെന്നതേ ഈ എന്താ പറയുക ഈ വണ്ടി കയറിയിരുന്നു. അവയ്ക്ക് വണ്ടി കാറ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ക്രേസ് എന്ന് തന്നെ വേണം പറയാം. ഒരു രക്ഷയില്ല കേട്ടോ. എന്താ പറയുക എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും എൻ്റെ അനിയന്മാരും പിന്നെ അജേഷേട്ടനും വണ്ടി എന്ന് പറഞ്ഞാൽ പ്രാന്തുള്ള കൂട്ടത്തിൽപ്പെട്ടതാണ്. അതിൻ്റെ ഒക്കെ
ഇതും അവിക്കും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി ബോളിംഗ് കളിക്കാൻ വേണ്ടി തുടങ്ങി. ഞാനും അജയ് ചേട്ടനും കുറേ നേരം കളിച്ചു കേട്ടോ. പിന്നെ അവി ഉണ്ടായിരുന്നു, അവിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കൊടുത്തു. പക്ഷേ നല്ല ഹെവി ആണല്ലോ ആ ബോൾ, അതുകൊണ്ട് അവിക്ക് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ദേഷ്യം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് എടുക്കുന്നുണ്ടായിരുന്നു, കാരണം അവിക്ക് കളിക്കാൻ പറ്റത്തില്ലല്ലോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ നേരം ബോളൊക്കെ എടുത്തു തന്നുകൊണ്ടിരുന്നു ഞങ്ങൾക്ക്. പിന്നെ പുള്ളി ആളങ്ങോട്ട് എന്താ പറയുക, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവാൻ തുടങ്ങി. ആസ് യൂഷ്വൽ അജയ് ചേട്ടനാണ് ജയിച്ചത്. പിന്നെ ബർത്ത്ഡേ ബോയ് അല്ലേ, ഞാനെങ്കിൽ വിട്ടുകൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവി, ഞാൻ പറഞ്ഞില്ലേ അവിയുടെ ക്ഷമയൊക്കെ എന്താ പറയുക, ക്ഷമയൊക്കെ നശിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി പിന്നെ അവിനെ കുറച്ച് നേരം ഗെയിം കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല അവന് വണ്ടി ഓടിക്കാനും ഇങ്ങനെ വണ്ടി കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് കളിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതൊന്നൊന്നുമല്ല, എത്ര പ്രാവശ്യം കളിച്ചു എന്ന് ചോദിച്ചാൽ അവിക്ക് തന്നെ അറിയത്തില്ല. അത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് കളിക്കാൻ തോന്നി. എനിക്കിത് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗെയിമാട്ടോ. പണ്ട് ഞാനും അജയ് ചേട്ടനും കൂടെ എന്താ പറയുക, മുംബൈയിലായിരുന്ന സമയത്ത് അവിടെ മുകളിലൊക്കെ പോകുമ്പം ഈ ഗെയിം ഞങ്ങൾ ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കും ഇഷ്ടമാണ്, അജയ് ചേട്ടനും ഇഷ്ടമാണ്. ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാട്ടോ. എനിക്കിപ്പം തന്നാലും കളിക്കാൻ പറ്റും, അതുപോലത്തെ ഒരു ഗെയിമാണ്. കളികളൊക്കെ തുടങ്ങി വെക്കുന്ന അവിയാണേലും പിന്നീട് ഏറ്റെടുക്കുന്ന ഞാനും അജയ് ചേട്ടനും. കാരണം നമ്മൾ കോയിൻ ഇട്ടിട്ടാണല്ലോ ഇത് കളിക്കുന്നത്, ആ സമയം തീരണവരെ കളിക്കണമല്ലോ. ഈ ഗെയിമാണേലും തുടങ്ങി വെച്ചത് അവിയായിരുന്നു, പിന്നീട് പൂർത്തീകരിച്ചത് ഞാനും അജയ് ചേട്ടനും കൂടിയായിരുന്നു കേട്ടോ. കാരണം കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ അതിനോടുള്ള ഇൻട്രസ്റ്റ് പോകും. ഇല്ലെങ്കിൽ എന്താ പറയുക, ഇല്ലെങ്കിൽ വല്ല വണ്ടി ഓടിക്കുന്ന പരിപാടിയൊക്കെ ആണെങ്കിൽ അവ കുറച്ച് നേരം കൂടെയൊക്കെ കളിക്കും. അല്ലാത്ത പരിപാടികളൊക്കെ ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി പിന്നെ ഫില്ല് ചെയ്യുന്നത് ഞാനും അജയ് ചേട്ടനും കൂടി ആയിരിക്കും. അങ്ങനെ അതിൻ്റെ അകത്തോടെ ഒരു റൗണ്ട് എന്താ പറയുക, കറക്കമൊക്കെ കറങ്ങി കഴിഞ്ഞ് വന്ന് പിന്നെ ആദ്യത്തെ കയറിയ വണ്ടിയിൽ തന്നെ കയറിയിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ കോയിൻ ഇട്ട് കൊടുത്ത് പിന്നെയും കളിക്കാൻ തുടങ്ങി കേട്ടോ. പുള്ളി, ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്ക് വണ്ടി തന്നെയാണ് ഭയങ്കര ഇഷ്ടം. വണ്ടിയുടെ ഗെയിംസ് ഏതുണ്ടെങ്കിലും പുള്ളി വെറുതെ വിടില്ല കേട്ടോ, കൂടുതലും ഈ കാറ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാനും അവിയും കൂടെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഷൂട്ടിംഗ് പരിപാടി എന്നുള്ള ഗെയിം എന്നുള്ള രീതിയിൽ അതിനു വേണ്ടി കയറി. ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അജയ് ചേട്ടന് ഇഷ്ടമുള്ള കുറച്ച് ഗെയിംസും കളിച്ചു. ഇതെവിടെ കണ്ടാലും അജയ് ചേട്ടൻ കളിക്കൂട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ വേറെ ഇവിടെയും കണ്ടിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഈ ഒരു ഗെയിം കാണുന്നത്. അജയ് ചേട്ടന് ഭയങ്കര പേഴ്സണൽ ഫേവറായിട്ടുള്ള ഒരു ഗെയിമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ കളിക്കാറുണ്ട് കേട്ടോ അജയ് ചേട്ടനിത്. അങ്ങനെ ഗെയിമൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ ഇറങ്ങാൻ സമയത്താണ് ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ മേടിക്കാൻ. ഇപ്പോൾ നല്ല തണുപ്പല്ലേ, ഈ സാധനം വളരെ അത്യാവശ്യകരമായ ഒരു സാധനമാണ്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അന്നേരത്തേക്ക് ഇരുട്ടാവാൻ തുടങ്ങിയിട്ടോ. ലൈറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ ഒരു ലൈറ്റ് ഡിസ്പ്ലേ. എന്നാൽ പിന്നെ ഇത് കുറച്ച് നേരം കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ നിന്ന് കുറച്ച് നേരം ലൈറ്റ് ഡിസ്പ്ലേ ഒക്കെ കണ്ടു കേട്ടോ. പിന്നെ ഇത്രയും നേരം ഇങ്ങനെ നടന്നു കണ്ട് അവി ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവി അച്ഛൻ്റെ തോളത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടുള്ള നടത്തങ്ങളൊക്കെ അവിയുടെ എന്താ പറയുക, അച്ഛൻ്റെ പുറത്തായിരിക്കും. അങ്ങനെ പിന്നെ പോകുന്ന വഴിക്കാണ് അടിപൊളിയായിട്ടുള്ള കുറേ ലൈറ്റിങ്സ് കണ്ടു കേട്ടോ. നല്ല അടിപൊളിയായിട്ട്, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇത് കാണാൻ കുറച്ചും കൂടെ നല്ലത് രാത്രി സമയങ്ങളിലായിരുന്നു. ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പം പകലായിരുന്നല്ലോ. ഇന്ന് നമുക്കങ്ങനെ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിത് എന്താ പറയുക, ഈ സമയത്തെ പോകുള്ളൂ എന്നൊന്നും വിചാരിച്ചിറങ്ങിയതല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അതും കാണാൻ പറ്റി. അപ്പം ഇന്ന് ഇറങ്ങിയത് കൊണ്ട് എന്താ പറയുക, രണ്ടുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ പറയണ പോലെ ഒരു വെടിക്ക് 2 പക്ഷി, അത് തന്നെ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന കണക്ക് ആ കാര്യങ്ങളും കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും ഫുഡും കഴിച്ച് കളിയും കളിച്ച് ഭയങ്കര ടയേർഡാണ്. അപ്പം ഇന്നത്തെ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയതായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.